ഹലോ മക്കേഴ്സ്, നമ്മുടെ ക്രിസ്മസ് എക്സാമിന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ് തന്നിരിക്കുന്ന ചിത്രം എന്ന് പറയുന്നത്. നമ്മളെ ബൊയൻ ഫോഴ്സ് പ്ലവക്ഷമ ഫലം എന്നുള്ള ചാപ്റ്ററിനകത്ത് ഈ രണ്ട് ചിത്രത്തിനെ ബേസ് ചെയ്തിട്ട് ചോദ്യം ഷുവറാണ്. അതായത് ഈ ചിത്രം കണ്ടാൽ ആദ്യം നിങ്ങൾക്ക് തിരിച്ചറിയണം, ഒന്നാമത്തെ ചിത്രം എന്ന് പറഞ്ഞാൽ അത് ഹൈഡ്രോമീറ്റർ ആണ്. റിലേറ്റീവ് ഡെൻസിറ്റി, ആപേക്ഷിക സാന്ദ്രത കണ്ടെത്താൻ ഉപയോഗിക്കുന്നതാണ് ഈ ഹൈഡ്രോമീറ്റർ എന്ന് പറയുന്നത്. രണ്ടാമത്തെ ചിത്രം എന്ന് പറഞ്ഞാൽ പാലിന്റെ പരിശുദ്ധി മെഷർ ചെയ്യുക, അതായത് പ്യൂരിറ്റി ഓഫ് മിൽക്ക് ആണ്. ഇതിനെ നമ്മൾ പറയുന്ന പേര് ലാക്ടോമീറ്റർ എന്നാണ് പറയുക. ഇത് രണ്ടും ഇപ്പൊ ഹൈഡ്രോമീറ്റർ വെള്ളത്തിൽ വെച്ചാൽ പൊങ്ങിക്കിടക്കും, ലാക്ടോമീറ്റർ പാലിൽ വെച്ചാൽ പൊങ്ങിക്കിടക്കും. അതുകൊണ്ട് ഇത് വർക്ക് ചെയ്യുന്ന ഒരു പ്രിൻസിപ്പിൾ തത്വം എന്ന് പറഞ്ഞാൽ പ്ലവന തത്വം അല്ലെങ്കിൽ ഫ്ലോട്ടേഷൻ. എന്താണ് പ്രിൻസിപ്പിൾ ഓഫ് ഫ്ലോട്ടേഷൻ എന്ന് ഓർത്തിരിക്കുക. അപ്പൊ ഞാൻ ഈ പറഞ്ഞൊക്കെ ഓരോ മാർക്കിന്റെ ചോദ്യങ്ങളാണ്. ഇനി അടുത്തത്, നമുക്കൊരു ഹൈഡ്രോമീറ്റർ വെള്ളത്തിൽ വെച്ച് കഴിഞ്ഞാൽ അതിന്റെ റീഡിംഗ് എപ്പോഴും 1 ആയിരിക്കും. അപ്പോൾ ശുദ്ധമായിട്ടുള്ള ഒരു വെള്ളത്തിന്റെ റിലേറ്റീവ് ഡെൻസിറ്റി എത്രയെന്ന് വെച്ചാൽ നമുക്ക് ഈ ഹൈഡ്രോമീറ്റർ വെച്ച് ഉപയോഗിച്ച് കണ്ടെത്താൻ പറ്റും. അപ്പോൾ ഹൈഡ്രോമീറ്റർ വെള്ളത്തിൽ വെച്ച് അതിന്റെ റീഡിംഗ് എത്രയായിരിക്കും? 1 ആയിരിക്കും. ഇനി വെള്ളത്തിനേക്കാൾ സാന്ദ്രത കൂടിയതിലാണെങ്കിൽ 1നേക്കാൾ കൂടുതലായിരിക്കും, അപ്പൊ മുകളിലേക്ക് ഉയരും. ഇനി വെള്ളത്തിനേക്കാൾ സാന്ദ്രത കുറഞ്ഞ മണ്ണെണ്ണയിലേക്ക് വെക്കുന്നതെങ്കിൽ അത് ഹൈഡ്രോമീറ്റർ റീഡിംഗ് എന്തെങ്കിലും കുറയും. അപ്പൊ നമുക്ക് അടുത്തൊരു ചിത്രത്തിലേക്ക് നോക്കാം. ഇവിടെ നോക്കുക, ഇതൊരു സലൈൻ വാട്ടർ, ഉപ്പുവെള്ളമാണ്. ഉപ്പുവെള്ളത്തിന് വെള്ളത്തിനേക്കാൾ സാന്ദ്രത കൂടുതലാണ്, അതുകൊണ്ട് അവിടുത്തെ ബൊയൻ ഫോഴ്സ് കൂടും. അതുകൊണ്ട് ഈ ഹൈഡ്രോമീറ്റർ ഒന്നുകൂടി ഉയരത്തിലേക്ക് പൊങ്ങും. അപ്പോൾ 1നേക്കാൾ വലിയ സംഖ്യ ആയിരിക്കും ഹൈഡ്രോമീറ്റർ റീഡിംഗ് കാണിക്കുക. ഇനി രണ്ടാമത്തെ ഒരു കെറോസിൻ, മണ്ണെണ്ണയിലാണ് വെച്ചെന്ന് വിചാരിക്കുക. മണ്ണെണ്ണയ്ക്ക് എന്ന് പറഞ്ഞാല് അതിന്റെ ഡെൻസിറ്റി വെള്ളത്തിനേക്കാൾ കുറവാണ്. അപ്പൊ ആ ഒരു ഹൈഡ്രോമീറ്റർ വെച്ചാൽ താഴ്ന്നു പോകും. അതുകൊണ്ട് 1നേക്കാൾ ചെറിയ സംഖ്യ ആയിരിക്കും വരിക. അതുകൊണ്ടാണ് ഞാൻ അവിടെ മണ്ണെണ്ണയുടെ ഡെൻസിറ്റി അല്ലെങ്കിൽ റിലേറ്റീവ് ഡെൻസിറ്റി ആണ് 0.81 ആണ്. ഇനി ഒരു സലൈൻ വാട്ടർ, ഉപ്പുവെള്ളത്തിന്റെ ഡെൻസിറ്റി ആണ് വെള്ളത്തിനേക്കാൾ കൂടുതൽ, അതാണ് 1.02 എന്ന് കൊടുത്തത്. ഇനി വെള്ളത്തിനാണെങ്കിൽ അതിന്റെ റീഡിംഗ് എത്രയായിരിക്കും? 1 ആയിരിക്കും. അപ്പൊ ഈ ഒരു ചെറിയ കാര്യം എന്ത് ചെയ്യുക, ഓർത്തു വയ്ക്കുക, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്.